ഹായ് എവരി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ റേസ് ആൻഡ് ബ്ലൂം. അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിൽ രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോ നിങ്ങൾ കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള ട്രാക്കിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നമ്മുടെ കൂടെ കൂടാം കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതെല്ലാം നികത്തിയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത് അതേ ഞാൻ കാണിച്ചിട്ടുള്ളത് ടുഡേ ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ. നമ്മൾ എന്തിനൊക്കെ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. ശരിക്കും പറഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദിയാണ്. അപ്പം ഇന്നത്തെ സമൂഹത്ത് ആർക്കും നന്ദിയില്ലാത്തവരാന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ഈ പറയുന്ന നമ്മൾ പലരോടും പറയുന്നു അവർക്ക് നന്ദിയില്ല, ഞാൻ അവരോട് അങ്ങനെയൊക്കെ ചെയ്തിട്ടും അവർക്ക് നന്ദിയില്ല എന്നൊക്കെ പറയുന്നു. ഈ പറയുന്ന നമുക്ക് നന്ദിയുണ്ടോ? നമ്മൾ ഒരു ദിവസം നമ്മൾ ആരോടെങ്കിലും നന്ദിയുള്ള വാക്കുകൾ സംസാരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ദിവസം തന്ന ദൈവത്തോട് നമ്മൾ നന്ദി പറയുന്നുണ്ടോ? ഇല്ല അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്ന പേരൻസ് കാണും. അതായത് ഇപ്പോൾ സ്റ്റുഡൻസോ അല്ലെങ്കിൽ അങ്ങനെ സ്റ്റുഡൻസ് ആണ് കാണുന്നതെങ്കിൽ അവർക്ക് അച്ഛനും അമ്മയും നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തരും. അവർക്ക് നമ്മൾ നന്ദി പറയുന്നുണ്ടോ? നമ്മുടെ പേരൻസിൻ്റെ അടുത്ത് നമ്മൾ നന്ദി പറയുന്നുണ്ടോ? അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ, അത് അവരുടെ കടമയല്ലേ എന്നല്ലേ വിചാരിക്കുന്നത്. അപ്പം ആ ഒരു തെറ്റിദ്ധാരണ തന്നെയാണ് മെയിൻ കാര്യം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലെങ്കിൽ അമ്മയുടെ ഒരു ഉത്തരവാദിത്തമാണ് എനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തരുന്നത്, അതിനെന്തിനാണ് ഞാൻ നന്ദി പറയുന്നത്? എല്ലാ അമ്മമാരും ചെയ്യുന്നതല്ലേ എന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്. ശരിക്കും നിങ്ങളുടെ ഈ ഒരു പ്രായത്തിലും ഞാനും അങ്ങനെ വിചാരിച്ചിരുന്നൊരു വ്യക്തിയാണ്. പക്ഷേ നമ്മൾ എല്ലാത്തിനും താങ്ക്ഫുൾ ആയിരിക്കണം. കാരണം നമ്മുടെ അമ്മ ഓരോ ദിവസവും എഴുന്നേറ്റ് നമുക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കി തരുമ്പം ആ ഫുഡ് കഴിച്ചിട്ട് അമ്മ നല്ല ഫുഡാട്ടോ, അല്ലെങ്കിൽ അമ്മ ഉണ്ടാക്കി തന്ന കറികൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് നമ്മൾ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ചിട്ട് വൈകുന്നേരം വരുന്ന സമയത്ത് അമ്മയോട് പറയണം, അമ്മ അന്ന് വെച്ചിരുന്ന പയറുകറി സൂപ്പറായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ അമ്മയോട് പറയുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവും അല്ലേ? അപ്പോൾ നമ്മൾ എന്നും താങ്ക്ഫുള്ളായിട്ട് പറയാം. അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ അമ്മ പൊങ്ങുമോ, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കൊരു ജാട വരും എന്നൊക്കെ വിചാരിക്കും നമ്മൾ. പക്ഷെ അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ എന്നും എല്ലാത്തിനോടും നമ്മൾ താങ്ക്ഫുൾ ആയിരിക്കുമ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു ചിന്തകൾ പോലും നമ്മുടെ മനസ്സിലേക്ക് വരത്തില്ല. അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ്, അതായത് നമ്മളൊരു പുതിയൊരു ഹാബിറ്റ് ട്രാക്ക് ചെയ്യണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് പറഞ്ഞ് നമുക്ക് അതായത് നമ്മളിപ്പോൾ ഒരു ജസ്റ്റ് എക്സസൈസ് പോലെ നമ്മളൊന്ന് വീടിൻ്റെ ഫ്രണ്ടിലൂടെ അല്ലെങ്കിൽ നമുക്ക് ബാൽക്കണിയിലൂടെയൊക്കെ നടക്കാം, ഒരു 5 മിനിറ്റൊക്കെ നടക്കാം. ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടിയ എല്ലാ നന്മകൾക്കും വേണ്ടിയിട്ട് നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നടക്കാം. അപ്പോൾ നിങ്ങളുടെ ഒരു എക്സസൈസുമായി നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് വോക്കുമായി. അതിന് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് വോക്ക് എന്നാണ് പറയുന്നത്. നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളപ്പോൾ ഓർക്കും ഇതിന് മാത്രം നന്ദി പറയാൻ എനിക്ക് എന്താ ഉള്ളതെന്ന്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്ക് കണ്ണ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല മനോഹരമായിട്ടുള്ള പുതിയ പുതിയ കാഴ്ചകളും പുതിയൊരു ദിവസം നമുക്ക് ദൈവം ദാനമായിട്ട് തന്നിരിക്കുകയാണ്. അതായത് എത്ര പേര് രാത്രി കിടന്നു കഴിഞ്ഞിട്ട് രാവിലെ എഴുന്നേൽക്കാൻ പറ്റാത്തവർ മരിച്ചു പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ രാത്രി കിടന്ന പോലെ തന്നെ ആരോഗ്യത്തോടെ എഴുന്നേൽക്കാൻ പറ്റാത്തവരുണ്ട്, ഈ സ്ട്രോക്കൊക്കെ വന്നിട്ടുള്ളവരൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എന്ത് താങ്ക്ഫുള്ളാണ് ദൈവത്തിൻ്റെ അടുത്ത്. അതായത് നമ്മൾ രാത്രി കിടന്നുറങ്ങുന്നു, നമ്മൾ അതുപോലെ തന്നെ നല്ല സുഖമായിട്ട് ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേൽക്കുന്നു. അതിന് നമ്മൾ ദൈവത്തോട് നന്ദി പറയുന്നുണ്ടോ? നിങ്ങൾ ഒരിക്കലെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങളങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ശരിക്കും ഞാൻ പറയുകയാണ്, നിങ്ങൾ ഒരു ദിവസമെങ്കിലും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ ദൈവത്തോട് ഒന്ന് നന്ദി പറയുക. ദൈവമേ, എനിക്ക് ഇന്നത്തെ ദിവസം തന്നതിന് നന്ദി, എനിക്ക് ആരോഗ്യമുള്ളൊരു ശരീരം തന്നല്ലോ, അല്ലെങ്കിൽ എനിക്ക് ആരോഗ്യത്തോടെ എനിക്ക് എഴുന്നേൽക്കാൻ സാധിച്ചല്ലോ, താങ്ക് യു സോ മച്ച് എന്ന് നമ്മൾ ദൈവത്തോട് പറയാം. താങ്ക് യു സോ മച്ച് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു ആന്തരികമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഉള്ളിൽ നിന്ന് തന്നെ നമുക്കൊരു ഭയങ്കര സമാധാനം ഫീൽ ചെയ്യും. അതായത് താങ്ക് യു അത് നമ്മളൊരു പറയുന്ന രീതി താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞിട്ട് നല്ല ഫീൽ ചെയ്യുന്ന രീതി പറയാം. നമുക്ക് ഒന്നെങ്കിൽ നമ്മുടെ ഒരു നെഞ്ചിൽ കൈ വെച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച് ഫോർ ദ ബ്യൂട്ടിഫുൾ ലൈഫ്, താങ്ക് യു ഫോർ ദ ബ്യൂട്ടിഫുൾ ലൈഫ് എന്നൊക്കെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എനിക്ക് ഇത്രയും നല്ലൊരു ദിവസം തന്നതിന് ഒരുപാട് നന്ദി, എനിക്ക് ഇത്രയും നല്ലൊരു ആരോഗ്യമുള്ള ശരീരം തന്നതിന് ദൈവത്തിന് നന്ദി, എനിക്ക് ഇന്നത്തെ ദിവസം ഇത്രയും മനോഹരമായ കാഴ്ചകൾ കാണാൻ സാധിച്ചതിന് നന്ദി, എനിക്ക് കിളികളുടെ സൗണ്ടുകൾ കേൾക്കാൻ സാധിച്ചതിന് നന്ദി, എനിക്ക് ശ്വസിക്കാൻ എൻ്റെ മൂക്കുകൾ തന്നതിന് നന്ദി, എനിക്ക് വ്യായാമങ്ങൾ ചെയ്യാനും എനിക്ക് നടക്കുവാനും എനിക്ക് ജോലിക്ക് പോകുവാനും ഒക്കെ എനിക്ക് എൻ്റെ കാലുകൾ തന്നതിന് നന്ദി. എല്ലാത്തിനും നമ്മുടെ ആരോഗ്യത്തിന് നമ്മൾ നന്ദി പറയാം ആദ്യം. അതായത് ഒരു മനുഷ്യന് സ്വന്തമായിട്ട് ഒരാരോഗ്യമില്ലെങ്കിൽ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുക എന്നുള്ളത്
ഏറ്റവും വിഷമകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം 1-2 ദിവസം ആർക്കും കുഴപ്പമില്ലായിരിക്കും, പക്ഷേ പിന്നീട് അങ്ങോട്ട് അവർക്കൊരു ബുദ്ധിമുട്ടാകും. പക്ഷെ നമുക്ക് പറയാനും ഒരു ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെന്നും നമ്മുടെ ആരോഗ്യത്തിന് നന്ദിയുള്ളവരായിരിക്കണം. നമ്മളെന്നും ആരോഗ്യത്തിന് നമ്മൾ നന്ദി പറയുക ദൈവത്തോട്. ദൈവം എനിക്ക് ഇത്രയും നല്ലൊരു ആരോഗ്യം തന്നതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു എന്ന് പറയുന്ന സമയത്ത് ശരിക്കും നമ്മളിങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ പാർട്സിനും നമ്മൾ നന്ദി പറയുന്ന സമയത്തുണ്ടല്ലോ, അറിയാതെ നമ്മുടെ കണ്ണുകൾ നിറയും. ഇതിപ്പോൾ ഞാൻ പറയുന്ന സമയത്ത് പോലും എൻ്റെ മനസ്സിൽ തട്ടി ഞാൻ പറയുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ട്. കാരണം നമ്മൾ അത്രയും മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പം നമുക്ക് എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്ക് നല്ലൊരു ജോലി തന്നതിന് നന്ദി. ശരിക്കും നമുക്ക് ഉള്ളതിനെപ്പറ്റി നമ്മൾ നന്ദി പറയാൻ തുടങ്ങുമ്പം നമുക്ക് ഇല്ലാത്ത കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നന്ദി ഉള്ളവർക്ക് എന്നും ദൈവം നല്ലത് മാത്രമേ വരുത്തത്തുള്ളൂ. അതേസമയം നമ്മൾ നന്ദി പോലും ഇല്ലാതെ നമ്മൾ അവരെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ ഇല്ലായ്മകളെപ്പറ്റി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് എന്നും അങ്ങനെയുള്ള കാര്യങ്ങളെ സംഭവിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്നും താങ്ക്ഫുൾ ആയിരിക്കണം. നിങ്ങൾ ആദ്യത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആരോഗ്യത്തിന്, അതായത് ഓരോ ബോഡി പാർട്സും എടുത്തിട്ട് അതിൻ്റെ ആ ഒരു ഫങ്ഷൻ എന്താണോ, ഇപ്പോൾ എനിക്ക് ശ്വസിക്കാൻ മൂക്ക് തന്നതിന് നന്ദി, എനിക്ക് കാണാൻ കണ്ണുകൾ തന്നതിന് നന്ദി, എല്ലാം നമ്മൾ നെഞ്ചിൽ കൈവച്ച് നമ്മൾ താങ്ക് യു കണ്ണടച്ച് നല്ല ആത്മാർത്ഥമായിട്ട് പറയുക. ആ സമയം അങ്ങനെ നമ്മുടെ ബോഡി പാർട്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പം നിങ്ങൾക്ക് അതിന് മുന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തൊക്കെ അനുഭവങ്ങളാണ് ഉണ്ടായത്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബസ്സിലൊരു സീറ്റ് കിട്ടിയാൽ പോലും അതിന് നമുക്ക് നന്ദി പറയാം. നിങ്ങൾ കറക്റ്റ് സമയത്ത് നിങ്ങൾ സമയം പോയ ടൈമിൽ നിങ്ങൾ ഇറങ്ങി വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊരു ടാക്സി കിട്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു ഓട്ടോ കിട്ടി, അപ്പോൾ നിങ്ങൾക്ക് വേണം താങ്ക് യു പറയാം. കാരണം ആ സമയത്ത് എനിക്ക് വണ്ടി വന്നതുകൊണ്ടല്ലേ എനിക്ക് കറക്റ്റ് സമയത്ത് എനിക്ക് ഓഫീസിലെത്താൻ സാധിച്ചത്. താങ്ക് യു സോ മച്ച് പറയാം. അപ്പം എപ്പോഴും നമ്മൾ ഇങ്ങനൊരു ഹാബിറ്റ് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ശരിക്കും ഓട്ടോമാറ്റിക്കലി നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു നല്ലത് വരുമ്പോൾ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി താങ്ക് യു പറയും. അതായത് ഞാൻ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടല്ല ഇപ്പോഴും ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്, ഈ ആംബുലൻസൊക്കെ കാണുമ്പോഴേക്കും എനിക്ക് ഭയങ്കര ഒരു ഇതാണ്. ഞാൻ പെട്ടെന്ന് തന്നെ ഞാനിങ്ങനെ ദൈവമേ അവിടെ ഉള്ളവരെ കാത്തിരക്ഷിക്കണേന്ന് ഞാൻ പറയും. അതിപ്പം എവിടെയാണെങ്കിലും ശരി, അതിപ്പം അതിൻ്റെ അകത്ത് എനിക്ക് എപ്പോഴും ആ സൗണ്ട് കേൾക്കുമ്പോഴും ഞാൻ പറയും ദൈവമേ ആ വണ്ടിയിലുള്ള ആൾക്ക് അസുഖങ്ങൾ മാറണവർക്ക് പെട്ടെന്ന് എല്ലാം റിക്കവർ ആവണേന്ന് ഞാൻ പ്രാർത്ഥിക്കും. ചിലപ്പോൾ നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പം സപ്പോസ് ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ പോലും നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ആ ഒരു മനോഭാവം ഉണ്ടല്ലോ, അത് നമുക്കറിയില്ല ആ വണ്ടിയിലുള്ളത് ആരാന്ന് പോലും നമുക്കറിയില്ല. പക്ഷേ ഞാനിപ്പോഴും എവിടെയെങ്കിലും വെച്ചൊരു വണ്ടിയുടെ സൗണ്ട് കേട്ടാൽ തന്നെ ഞാൻ എപ്പം തന്നെ ഞാൻ ചങ്കിൽ കൈ വെച്ചിട്ട് പ്രാർത്ഥിക്കും, ദൈവമേ അവരെ രക്ഷിക്കണേന്ന് ഞാൻ പ്രാർത്ഥിക്കും. എനിക്ക് അവരെ അറിയത്ത് പോലും കൂടെ ഉണ്ടാവത്തില്ല, അങ്ങനെ പ്രാർത്ഥിക്കും. അതപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഹാബിറ്റ് തുടങ്ങുന്ന സമയത്ത് നമുക്ക് നല്ലത് വരുമ്പോൾ തന്നെ നമുക്ക് ദൈവമേ താങ്ക് യു എന്ന് പറയാൻ, ദൈവമേ നന്ദി ദൈവമേ എന്ന് പറയാനുള്ള ആ ഒരു ടെൻഡൻസി വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് കൂടുതൽ പോസിറ്റിവിറ്റീനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പം നമ്മളെന്നും ദൈവത്തോട് കടപ്പെട്ടിരിക്കണം, നമ്മുടെ മാതാപിതാക്കളോട് കടപ്പെട്ടിരിക്കണം, നമ്മുടെ സഹോദരങ്ങളോടും നമ്മുടെ ചുറ്റുമുള്ള വർക്കേഴ്സിനോടും അല്ലെങ്കിൽ നമ്മൾ കാണുന്ന നെയ്ബേഴ്സ് എല്ലാവരോടും, നമ്മുടെ ചുറ്റിനുമുള്ള എല്ലാവർക്കും നമ്മൾ താങ്ക്ഫുൾ ആയിരിക്കണം. എല്ലാവരോടും നമ്മൾ നന്ദി പറയുക. ഇപ്പം മക്കളുള്ളവർ കാണും, ഇപ്പം ഞാൻ അമ്മയല്ലേ, അല്ലെങ്കിൽ അവനിപ്പോൾ ഒരു കുഞ്ഞു കാര്യം ചെയ്യുന്നതിന് ഞാൻ എന്തിനാ അവനോട് നന്ദി പറയുന്നത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അമ്മയ്ക്ക് ചെയ്തു തരേണ്ട അവൻ്റെ കടമയാണ്, അങ്ങനെയൊക്കെ. പക്ഷേ അങ്ങനെയൊന്നും വിചാരിക്കരുത്. പിള്ളേർ അങ്ങനെ എടുത്തു തരുമ്പോൾ താങ്ക് യു എന്ന് പറയുക. താങ്ക് യു നമ്മളങ്ങനെ പറയുമ്പം അതൊരു ശരിക്കൊരു പോസിറ്റീവായിട്ടുള്ള വേർഡാട്ടോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു പോസിറ്റിവിറ്റി നമ്മളിലേക്ക് കൊണ്ടുവരും. ഇപ്പം നമ്മൾ നെഗറ്റീവായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പോസിറ്റീവാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യം തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസാണ്. അപ്പം നമുക്കുള്ളതിനെ പറ്റി നന്ദി പറയാം, നമ്മുടെ ചുറ്റുപാടുള്ളവർക്ക് വേണ്ടി നന്ദി പറയാം. അങ്ങനെ പറയുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആ ഒരു ഫ്രീക്വൻസി ഹൈ ആവാൻ തുടങ്ങും. അപ്പം നിങ്ങളെന്നും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കണം, നിങ്ങൾ നന്ദിയില്ലാത്തവരായിട്ട് ജീവിക്കരുത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നാളെ നമ്മൾ 5:30 എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ ബാക്കിയുള്ള റൂട്ടീനൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് വോക്ക് അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു നാളത്തെ ഒരു ടാസ്ക് പോലെ പറയാം. അപ്പം രാവിലെ എഴുന്നേറ്റ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 5 മിനിറ്റ് ഇത് ഇൻക്ലൂഡ് ചെയ്യാം. ഇതിൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. അതായത് നമ്മൾ ഇന്നിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബോഡി തന്നതിനുള്ള ബോഡി പാർട്സിനെ വെച്ചിട്ട് നമ്മൾ നന്ദി പറയുക. പിന്നെ അതിൻ്റെ അടുത്ത ദിവസങ്ങളിലൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് അതിൻ്റെ തലേ ദിവസം നമുക്കുണ്ടായ നല്ല നല്ല അനുഭവങ്ങൾക്ക് നന്ദി പറഞ്ഞാൽ മാത്രം മതി. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളോട് 5 ഗ്രാറ്റിറ്റ്യൂഡ് വേർഡ്സ്, അതായത് എഴുതി തന്നെ എഴുതണമെന്നില്ല, പുതിയത് നമ്മൾ കണ്ടുപിടിക്കണം.
അതായത് ഇന്നിപ്പം എനിക്ക് നല്ല ഡ്രസ്സ് കിട്ടിയതിന് നന്ദി, എനിക്കിന്ന് ഇൻസെൻറ്റീവ് കിട്ടിയതിന് നന്ദി, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ നന്ദി എഴുതുക. പിറ്റേ ദിവസം ആകുമ്പം ആ സംഭവം സെയിം തന്നെ എഴുതി വെക്കരുത്, പുതിയത് എഴുതുക. അപ്പോൾ പുതിയത് നമ്മളിങ്ങനെ കണ്ടുപിടിക്കണം. നമുക്ക് ഇന്ന് ഗ്രേറ്റ്ഫുൾ ആയിരുന്ന കാര്യം ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ജസ്റ്റ് ഇപ്പം നമുക്ക് എന്ത് വേണേലും ആവാം കേട്ടോ. ഇപ്പം നമ്മൾ വർക്കിംഗ് ആയിരുന്നു, ഇപ്പം നമ്മുടെ ഓഫീസിൽ ഇപ്പം നമ്മുടെ ബോസ് നമ്മളെ അപ്രീസിയേഷൻ തന്നതാവാം, അല്ലെന്നെങ്കിൽ അപ്രീസിയേഷൻ തന്നിട്ടുള്ളവരൊക്കെ കാണും, അല്ലെങ്കിൽ നമ്മുടെ കൂടെ വന്ന വർക്കേഴ്സ് അപ്രീസിയേഷൻ തന്നതാവാം. അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ, കുഞ്ഞല്ല, നമുക്കത് വലിയ കാര്യങ്ങളാണ്, അതെല്ലാം നമ്മളിതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ആഡ് ചെയ്ത് തുടങ്ങും കേട്ടോ. അല്ലെങ്കിൽ അത് കുഞ്ഞു കാര്യമല്ലേ എന്ന് വിചാരിക്കേണ്ട. നമുക്ക് താങ്ക്ഫുള്ളായിട്ട് തോന്നിയ എല്ലാ കാര്യവും നമുക്ക് ഇവിടെ ഗ്രാറ്റിറ്റ്യൂഡിൽ എഴുതാൻ പറ്റും. അപ്പം അതാണ് നിങ്ങൾ ചെയ്യുന്നത്. 5 പോയിൻറ്റ്സ് നമ്മളെന്നും എഴുതുക. അന്ന് നമുക്ക് പിറ്റേ ദിവസം, അതായത് അതിന് യെസ്റ്റർഡേ ഉണ്ടായ കാര്യങ്ങൾ നമ്മൾ എഴുതുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് വോക്ക് ചെയ്യുക. അതായത് നമ്മളിപ്പം അന്ന് സ്റ്റിൽ നമ്മളിപ്പം ചുമ്മാ മിറ്റമഴി നടക്കുകയാണെങ്കിൽ നമുക്ക് കാണുന്ന കാഴ്ചകൾക്ക് നന്ദി പറയാം, കേൾക്കുന്ന സൗണ്ടുകൾക്ക് നന്ദി പറയാം. നമുക്ക് ഉള്ളതിനല്ല, നമ്മുടെ മനസ്സിലപ്പം എന്തൊക്കെയൊക്കെയാണോ നന്ദി പറയാൻ പറ്റുന്നത് അതിനെല്ലാം നമ്മൾ നന്ദി പറയാം. അപ്പം ഇത്രയും കാര്യങ്ങൾക്കൊക്കെ ആട്ടോ ഇന്ന് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നല്ല പോസിറ്റീവായിട്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഗ്രാറ്റിറ്റ്യൂഡ് മസ്റ്റായിട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ എന്നും ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് ആണ് ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന ടോപ്പിക്സ്. അപ്പം ഇന്നിപ്പോൾ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റിയാണ് പഠിച്ചത്. ഇനി നമ്മൾ കൊണ്ടുവരേണ്ട ഹാബിറ്റ് എന്ന് പറയുന്നത് അഫർമേഷൻസ് ആണ്. അത് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.